നമ്മൾ കാണുന്നത്. പൗലോസിന്റെ ലോകസഭയാണ് അന്ത്യോക്യ സഭ എന്ന് നമ്മൾ കാണുന്നു. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന യെരൂശലേം കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ക്രിസ്തീയ സഭ കേന്ദ്രമാണ് അന്ത്യോക്യ സഭ എന്ന് പറയുന്നത്. അന്ത്യോക്യയിൽ അപ്പോസ്തലന്മാരാരും തന്നെ കടന്നുപോയില്ല, ചിതറിപ്പാർത്തവർ കടന്നു ചെന്ന് സ്ഥാപിക്കപ്പെട്ട സഭയാണ് അന്ത്യോക്യ സഭ എന്ന് നമുക്ക് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ ചിന്തിച്ചു. അവരുടെ പാസ്റ്ററായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. നോട്ടുകളൊക്കെ കൃത്യമായിട്ട് എഴുതുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ബ്രീഫിനോട് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിനെ നോട്ട് ഞാൻ ബ്രീഫിനോട് ഷെയർ ചെയ്യാം. നോട്ട് നന്നായിട്ട് ഇപ്പോൾ എഴുതാൻ പറ്റുന്നതിന് നന്നായിട്ട് അത് എഴുതാനാണ് നമ്മൾ ഒന്നാം വർഷത്തെ യാത്ര എഴുതുന്നത് വെട്ടിക്കൊണ്ട് അതിൻ്റെ വർഷം എഴുതിയായിരുന്നോ, കാലഘട്ടം എഴുതിയായിരുന്നോ? AD 47 മുതൽ 49 അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം മുതൽ 14-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം വരെയാണ്. വായിച്ചോണ്ട് വരാൻ പറഞ്ഞായിരുന്നു. ആരെങ്കിലും വായിച്ചായിരുന്നു പുസ്തകം? ഈ അധ്യായം വായിച്ചാൽ ഞാൻ വായിച്ചു. ഞാൻ അപ്പോസ്തലപ്രവൃത്തി ഇപ്പൊ വായിക്കുന്നു, അതുകൊണ്ട് വായിച്ചു. നല്ല കാര്യമാണ്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം വായിക്കുന്നത് ഏറ്റവും ബെറ്ററാണ്. 13-ാം അധ്യായത്തിൽ 4 മുതൽ 14-ാം അധ്യായത്തിൽ 28 വരെ, അതായത് 14-ാം അധ്യായം ആണ് മിഷണറി യാത്രയെ കുറിച്ച്. ഒന്നാമത്തെ മിഷണറി യാത്ര എവിടെ നിന്നാണ് മിഷണറി യാത്ര ആരംഭിക്കുന്നത്? 13-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിച്ചു നോക്കി. 13-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം മിഷണറി യാത്ര ആരംഭിക്കുന്നത്. അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? അന്ത്യോക്യയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? യാത്രയുടെ തുടക്കം എവിടുന്ന്? യാത്രയുടെ തുടക്കം അനുഗ്രഹിക്കപ്പെട്ട അന്ത്യോക്യ സഭയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? അപ്പൊ ഒന്നാമത്തെ മിഷണറി യാത്ര തുടങ്ങുന്നു. ഫസ്റ്റ് ജേണി തുടങ്ങുന്നു. ഫസ്റ്റ് ജേണി അവർ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം അന്ത്യോക്യയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? അവരാരംഭിക്കുക, സഭയിൽ നിന്ന് ആരംഭിക്കുക. അത് നമ്മളങ്ങനെ പോയിന്റ് എഴുതിയാൽ മതി. ഒരു സ്റ്റാർട്ട് കിട്ടോ. അപ്പൊ ഫസ്റ്റ് ജേണി യാത്രയുടെ തുടക്കം അനുഗ്രഹിക്കപ്പെട്ട അന്ത്യോക്യ സഭയിൽ നിന്ന്. ആരൊക്കെയായിരുന്നു മിഷണറിമാർ? ആരൊക്കെയായിരുന്നു പോയവരാരൊക്കെയായിരുന്നു? വായിച്ചതുപോലെ എഴുതി കഴിഞ്ഞ് വായിച്ചാൽ ആരൊക്കെയായിരുന്നു യാത്രയിലുള്ളത്? പരിശുദ്ധാത്മാവ് പറഞ്ഞയച്ചു. ആരെ പറഞ്ഞയച്ചു? തൊട്ട് മുകളിൽ വായിച്ചേ. 13-ാം അധ്യായം 1 തൊട്ട് വായിച്ചു, 2, 3 തൊട്ട് വായിച്ചു. ദൈവത്തിന്റെ വലിയ ഇടപെടൽ ഉണ്ടായിരിക്കുന്ന പൗലോസിനെ പ്രാർത്ഥിച്ചു ഉപവസിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുക. പൗലോസും ബർന്നബാസും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പ്രാർത്ഥിച്ചു ഉപവസിച്ചിരിക്കുക. അവര് പ്രാർത്ഥിച്ചു ഉപവസിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ആരാണ് പറയുന്നത്? എന്റെ വേലയ്ക്ക് വേണ്ടി അവരെ വേർതിരിക്കുന്ന ആര് പറയുന്നു? പരിശുദ്ധാത്മാവ്. അപ്പൊ മിഷണറിമാർ ആരൊക്കെയായിരുന്നു? ബർന്നബാസ്, പൗലോസ്, മാർക്കോസ് എന്ന പേരുള്ള യോഹന്നാൻ. അങ്ങനെ എഴുതിക്കൊണ്ട് മിഷണറി യാത്രയുടെ തുടക്കം അന്ത്യോക്യ. മിഷണറി യാത്രയിൽ കൂടെ ഉണ്ടായിരുന്നത് യാത്രയുടെ തുടക്കം അന്ത്യോക്യയിൽ നിന്നും മിഷണറിമാര് പൗലോസും ബർന്നബാസും മാർക്കോസ് എന്ന പേരുള്ള
യോഹന്നാൻ അപ്പോസ്തലനായിരുന്ന യോഹന്നാനല്ല, മർക്കോസ് മർക്കോസ് എന്ന പേരുള്ള യോഹന്നാൻ. മച്ചുൻ എന്ന് കേട്ടില്ലേ? മച്ചുൻ എന്നാണ് അതെ, വെച്ചേക്കുന്നത് അല്ലേ? മച്ചുനൻ അതായത് പെങ്ങളുടെ മകൻ മോനാണ്. ബർണ്ണാബാസിന്റെ പെങ്ങളുടെ മകനാണ് മർക്കോസ്. ഈ മർക്കോസ് എന്ന് പറയുന്നത്. കൊലോസ്യ ലേഖനം 4:10 കാണുന്നുണ്ട്. കൊലോസ്യ ലേഖനം 4:10 അവിടെ ഇങ്ങനെയാണ്. കൊലോസ്യ 4:10 നിർത്തേ. ബർണ്ണാബാസിന്റെ മറ്റൊരുമായ മർക്കോസും ഇല്ലേ? ഞാൻ തന്നെയല്ലേ എഴുതിയിരിക്കുന്നത്. അതിനെ കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് തന്നെ അവിടെ കാണാമോ? ബർണ്ണാബാസിന്റെ പെങ്ങളുടെ മകനാണ്. ഈ മർക്കോസിന്റെ ഈ യോഹന്നാന്റെ വീട്ടിലായിരുന്നു ആര് കാത്തിരുന്നത്? അപ്പോസ്തലന്മാരൊക്കെ 120 പേർ കൂടിയിരുന്നത് എവിടാ? ഈ മർക്കോസിന്റെ ഈ യോഹന്നാന്റെ വീട്ടിലാണ്. അടുത്ത പഠിപ്പിക്കൽ പറയുന്നത് പത്രോസ് ജയിൽ മോചിതനായി ചെന്ന് കയറിയ വീടും ഈ മർക്കോസിന്റെ വീടാ ഇല്ലേ എന്നൊരു പഠിപ്പിക്കലും കൂടെ ഉണ്ട്. വളരെ ചിന്തിച്ചാൽ മതി. അതൊന്നുകൂടെ പറഞ്ഞേ സാറേ. അതായത് ഈ യോഹന്നാന്റെ വീട്ടിലാണ്, അതായത് ബർണ്ണാബാസിന്റെ പെങ്ങളുടെ മകനാണ്. അതായത് മർക്കോസിന്റെ അമ്മയുടെ പേര് മറിയാണ്. അത് യെരുശലേം ദേവാലയത്തിനോട് ഏറ്റവും ചേർന്നിട്ടുള്ള ഒരു വീടാണ്. ആരുടെ വീട്? ഈ മർക്കോസിന്റെ വീട്, അതായത് യോഹന്നാന്റെ വീട്. ഈ പത്രോസ് ചെല്ലുന്നില്ലേ 12-ാം അധ്യായത്തിൽ ചെന്ന് വീട്ടിൽ വാതിൽ മുട്ടുന്ന സ്ഥലവും പെന്തക്കോസ്തിൽ പരിശുദ്ധാത്മാവിന്റെ പകർച്ച നടന്നതും ഈ യോഹന്നാന്റെ വീട്ടിലാണ്. ഈ മർക്കോസിന്റെ മാളിക മുറിയിലല്ലേ നമ്മൾ വായിക്കുന്നത്. ഈ മർക്കോസിന്റെ മാളിക മുറിയിലാണ് എന്ന് കരുതുന്നു. നമുക്കതിന് വലിയതായിട്ടുള്ള തെളിവുകളില്ല. പക്ഷെ ബൈബിൾ വേദപണ്ഡിതന്മാർ പറയുന്നു ഇത് രണ്ടും നടന്നത്. പത്രോസ് ജൈവോചനായി പരിശുദ്ധാത്മാവിന്റെ ആത്മപകർച്ച ലഭ്യമായ പൗരനും ഈ മാളിക മുറിയിലാണ് എന്ന് നമ്മൾ കാണുന്നു. ഒന്നാം മിഷണറി യാത്ര ഈ മർക്കോസ് പൂർത്തീകരിച്ചോ? ഇല്ല. എന്ത് സംഭവിച്ചു? പെർഗയിൽ വെച്ച് എന്ത് ചെയ്യുന്നു? പിരിഞ്ഞു പോവുക ചെയ്യുന്നു. ഇടയ്ക്ക് വെച്ച് മർക്കോസ് എന്ത് ചെയ്യുന്നു? തിരിച്ച് വീട്ടിലോട്ട് തിരിച്ച് വീട്ടിലേക്ക് യാത്രയാകുക. എന്താ കാരണമൊന്നുമില്ല. യോഹന്നാൻ എന്തുകൊണ്ട് തിരിച്ച് പെർഗയിൽ വെച്ച് പോന്നു എന്നുള്ളത് കാണുന്നില്ല. പക്ഷെ പല അഭിപ്രായങ്ങൾ അവിടെ കാണുന്നുണ്ട്. നമ്മൾ ചിന്തിച്ചു വരുമ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ ഒന്നാം മിഷണറി യാത്രയുടെ പകുതി വെച്ച് മർക്കോസ് പോകുന്നു. രണ്ടാം മിഷണറി യാത്രയിൽ ബർണ്ണാബാസ് പറയുകയാണ് എന്ത് ചെയ്യാൻ? മർക്കോസിനെ കൂട്ടാൻ പറയുന്നുണ്ട്. അപ്പൊ പൗലോസ് എന്ത് ചെയ്യുന്നു? അവരെ വേണ്ടാന്ന് പറയും. അപ്പൊ അവര് തമ്മിൽ എന്തുണ്ടാകുന്ന ബൈബിൾ പറയുന്നത്? ഉഗ്രവാദം ഉണ്ടായി. ആരൊക്കെ? പൗലോസും ബർണ്ണാബാസും തമ്മിൽ ഉഗ്രവാദം ഉണ്ടായി. അടിയൊഴിച്ച് ബാക്കിയല്ല ഉണ്ടായി. ഒരു വലിയ സംവാദം അവര് തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ എന്താ കാണുന്നത്? ബർണ്ണാബാസിനെ പകുതി വഴി പിന്നെ എന്ത് ചെയ്യുന്നു? പിന്നെ പിരിഞ്ഞു പോകുന്നു. ബർണ്ണാബാസിനെ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? മുൻപോട്ട് കാണുന്നില്ല. പിന്നെ ആരാണ് പൗലോസിനോട് കൂടുന്നത്? പൗലോസിന്റെ കൂടെ പിന്നെ ആരെയാണ് നമ്മൾ കാണുന്നത്? ശീലാസിനെ കാണുന്നത്. ശീലാസിനെ കഴിഞ്ഞ് നേരെ ലുസ്ത്രയിലോട്ട് ചെല്ലുമ്പോൾ അടുത്ത ആരെ കാണുന്നത്? തിമോത്തിയോസ് കയറി വരിക. അപ്പൊ അങ്ങനെയാണ് നമ്മൾ മിഷണറി യാത്രയെ കുറിച്ച് പഠിച്ചത്. നമുക്ക് അങ്ങനെ പഠിച്ചു പോയി. ഞാനിങ്ങനെ ഒന്ന് ഓടിച്ചു പറഞ്ഞു മാത്രം. അപ്പൊ ഒന്നാം മിഷണറി യാത്രയിൽ തുടക്കം അന്ത്യോക്യ സഭയിൽ നിന്ന് തുടങ്ങുന്നു. പ്രധാന മിഷണറിമാരായിട്ട് പോയത് ബർണ്ണാബാസും പൗലോസും മർക്കോസും ആണ്. പ്രധാനമായിട്ട് അവര് യാത്ര ചെയ്ത് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി പ്രധാനമായി അവര് സന്ദർശിച്ച സ്ഥലങ്ങൾ ഇതിനെ ചിന്തിച്ചിട്ട് നമുക്ക് അങ്ങനെ താഴോട്ട് പോകാം. അവര് പ്രധാനമായി സന്ദർശിച്ച സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കുപ്രോസ് ദ്വീപ്. പ്രധാന സ്ഥലങ്ങൾ എഴുതിയാൽ സന്ദർശിച്ച പ്രധാന സ്ഥലങ്ങൾ ഒന്ന് കുപ്രോസ് ദ്വീപ്, രണ്ട് ഏഷ്യ മൈനറിന്റെ തെക്കൻ ഭാഗങ്ങൾ. ഞങ്ങൾ കൂടെ കൊണ്ടുവരണം വിചാരിച്ച കിട്ടിയില്ല.
അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കാം. ബൈബിളിന്റെ സൈഡിലുണ്ട്. അതൊക്കെ അത് നന്നായിട്ട് നോക്കുന്നല്ല. ബൈബിൾ സന്ദർശിച്ച സ്ഥലങ്ങൾ എന്ന് പറഞ്ഞ് വ്യക്തമായി ബൈബിളിൽ കാണുന്നുണ്ട്. അതിനകത്ത് ഇപ്പൊ നമുക്ക് ഈ സ്ഥലമൊക്കെ ചിലപ്പോൾ ഈ കുബ്രൂസ് ബ്രഹ്മോസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന കുറെ കാര്യങ്ങൾ പിന്നെ സലമീസ് എന്നൊക്കെ പറഞ്ഞ പാഫോസ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ വാക്കുകൾ കേട്ടിട്ട് നമ്മൾ ആ മിസ്റ്റർ യാത്രയുടെ കൂടെ മാപ്പ് എടുത്തുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് എളുപ്പം. പിന്നെ അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ നമുക്ക് അല്ലേ സാധാരണ അപ്പോസ്തല പ്രവൃത്തി വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ പൗലോസ് ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ ഭയങ്കര രസമായി. ഈ പാഫോസൊന്നും ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അവിടെ എത്തി ഇവിടെ എത്തി അവിടെ പോയി അവിടെ പോയി ഇങ്ങോട്ട് പോയി ഇവിടെ ചെന്ന് കപ്പൽ ഭയങ്കര ഓടി ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷേ നമ്മൾ ഡീപ്പായിട്ട് ഈ കാര്യത്തെ കുറിച്ച് ഈ വാക്കുകളെ കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും കേട്ട് കഴിയുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് അപ്പോസ്തല പ്രവൃത്തി കുറച്ചുകൂടെ എളുപ്പം ആയിട്ട് നമുക്ക് മാറും. ഓക്കെ, അപ്പൊ സന്ദർശിച്ച പ്രധാന സ്ഥലങ്ങൾ ഒന്ന് കുബ്രോസ് ദ്വീപാണ്, രണ്ട് ഏഷ്യ മൈനറിന്റെ തെക്കൻ ഭാഗങ്ങളാണ് ഇവര് യാത്ര ചെയ്തത്. പറഞ്ഞയച്ചതാണ് അടുത്ത പോയിന്റ്. പറഞ്ഞയച്ചത് പരിശുദ്ധാത്മാവ്. 14-ാം അധ്യായം 4-ാമത്തെ വാക്യം. പറഞ്ഞയച്ചത് പരിശുദ്ധാത്മാവ്. അടുത്ത ഹെഡിങ് ആയിട്ട് എഴുതണം മിഷണറിമാർ കുപ്രോസ്. കുപ്രോസ് എന്റെ റൈറ്റിംഗ് നോക്കണ്ട. മിഷണറിമാർ കുപ്രോസ്. നാലാമത്തെ വാക്യം വായിച്ച് 13-ാം അധ്യായം 4-ാമത്തെ വാക്യം. പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടുണ്ട്. സ്ഥലങ്ങളൊക്കെ ഒന്ന് ഓർത്തോർത്ത് നോക്കണേ. ഈ 3 ജേർണിയിലും സ്ഥലത്തിന് ഭയങ്കര പ്രാധാന്യം. വ്യക്തികൾക്ക് സ്ഥലം. അപ്പോസ്തല പ്രവൃത്തി നമ്മൾ ഇനി അങ്ങോട്ട് ചിന്തിക്കുമ്പോൾ അഗ്രിപ്പ രാജാവ്, തെയോഫിലോസ്, ഇങ്ങനെ നമ്മൾ ഒരുപാട് വാക്കുകൾ കേൾക്കും. അതുകൊണ്ട് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി പഠിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മൈൻഡിൽ സ്ഥലങ്ങൾക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. മിഷണറി യാത്രയാണെങ്കിൽ നമ്മൾ 2-3 ക്ലാസ്സുകളിൽ പഠിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് സ്ഥലങ്ങൾ ശ്രദ്ധിക്കണം, 2 എന്ത് ചെയ്യണം പേരുകൾ ശ്രദ്ധിക്കണം കേട്ടോ. സ്ഥലങ്ങളും പേരുകളും കൃത്യമായിട്ട് നമ്മളൊന്ന് എക്സ്ട്രാ വന്ന് ചിന്തിച്ചു പോകണം. വായിച്ചു 4-ാമത്തെ വാക്യം. പരിശുദ്ധാത്മാവ് ഇവിടെ 2 സ്ഥലങ്ങളെ കുറിച്ച് കാണും. ഏതൊക്കെയാണ്? ഒന്ന് സെലൂക്കിയ ഒരു സ്ഥലമുണ്ട്, 2 കുപ്രോസ് ദ്വീപ് എന്ന് കാണുന്നുണ്ട്. അതായത് അന്ത്യോക്യ പട്ടണത്തിന്റെ തുറമുഖമാണ് സെലൂക്കിയ. എന്താ? അന്ത്യോക്യ പട്ടണത്തിന്റെ തുറമുഖമാണ് സെലൂക്കിയ. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവരെവിടെ ചെന്നു എന്ന് പറയുന്നു? സെലൂക്കിയ, അതായത് അന്ത്യോക്യ സഭയിൽ പ്രാർത്ഥിച്ച് ഉപവാസം ചെയ്തവരെ പരിശുദ്ധാത്മാവ് പറഞ്ഞ വേലക്കായി അവരെ വേർതിരിക്കൂ എന്ന് പറഞ്ഞപ്പോ അവിടുന്ന് മിഷണറി യാത്ര സ്റ്റാർട്ട് ചെയ്യുക. അവരെങ്ങോട്ട് പോവുകയാണ്? നേരെ സെലൂക്കിയയിലോട്ട് യാത്ര. അതായത് തുറമുഖ പട്ടണം, അവിടുന്നാണ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അവര് നേരെ അവിടുന്ന് തുറമുഖത്ത് നിന്ന് യാത്ര ചെയ്യുന്നു. അവിടുന്ന് അവരെന്ത് ചെയ്യുന്നു? കപ്പലിൽ കയറുകയാണ്. ഒന്നാമത്തെ മിഷണറി യാത്രയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കടൽ മാർഗത്തിൽ. എങ്ങനെയാ പൗലോസ് എങ്ങനെയാ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒന്നാം മിഷണറി യാത്ര കടൽ മാർഗം വഴിയാണ്. 2-ാം മിഷണറി യാത്രയോ കടൽപ്പുഴയോ. കടൽ മാർഗം വഴി ഓരോ സ്ഥലങ്ങളിൽ പോകുന്നു. ഇനി 1-ാം മിഷണറി യാത്രയുടെ 2-ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, അത് നമുക്ക് ലാസ്റ്റ് ചിന്തിക്കാം. പൗലോസ് നേരെ അവസാനിപ്പിച്ചെടുത്ത് എന്ത് ചെയ്യുന്നു? തിരിച്ച് വന്ന് പോയ എല്ലാ സഭകളിലും വന്ന് വിശ്വാസത്തെ ഉറപ്പിച്ച് മൂപ്പന്മാരെ ആക്കി എവിടെ തിരിച്ചു വരുന്നു? അന്ത്യോക്യ സഭയിലേക്ക് തിരിച്ചു വരുന്നു. അങ്ങനെയാണ് 1-ാമത്തെ ഓവറോൾ പിക്ചർ എന്ന് പറയുന്നത്. അതായത് സെലൂക്കിയയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കുപ്രോസ് ദ്വീപിലെത്തി ഏഷ്യ മൈനറിന്റെ തെക്കൻ ഭാഗങ്ങളിലൂടെ മുഴുവൻ കടൽ മാർഗം സഞ്ചരിച്ച് പൗലോസ് എന്ത് ചെയ്യുന്നു? തിരിച്ച് അവിടെ നിന്ന്
താൻ പോയ എല്ലാ സഭകളിലെയും പതുക്കെ 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 തിരിച്ചു ചെന്ന് വിശ്വാസത്തിൽ അവരെല്ലാവരെയും ഉറപ്പിച്ച് ദൈവസഭകളിൽ മൂപ്പന്മാരെ ആക്കി വെച്ചതിന് ശേഷം മടങ്ങി അന്ത്യോക്യയിൽ തിരിച്ചെത്തുന്നു. കടൽ മാർഗം വഴിയാണ് വന്നത്. അപ്പോൾ ഓവറോൾ പിക്ചർ കിട്ടിയില്ലേ? ഒരു 1-ാം മിഷണറി യാത്രയുടെ ഒരു ഏകദേശം പിക്ചർ കിട്ടിയില്ലേ? തുടങ്ങുന്നത് ഇവിടുന്ന് അന്ത്യോക്യ സഭ. ആരൊക്കെയായിരുന്നു മിഷണറിമാരെ? പൗലോസ് ഉണ്ട്, ബർണബാസ് ഉണ്ട്, മർക്കോസ് ഉണ്ട്. ആരാണ് പറഞ്ഞു വിടുന്നത്? പരിശുദ്ധാത്മാവാണ് പറഞ്ഞു വിടുന്നത്. അവരെവിടുന്ന് യാത്ര ചെയ്യുന്നു? അന്ത്യോക്യയിൽ നിന്ന് പോകുന്നു. അന്ത്യോക്യയിൽ നിന്ന് അവരെവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്? സെലൂക്കിയ തുറമുഖത്ത് എങ്ങോട്ട് മാറുന്നു? കുപ്രോസ് ദ്വീപിലോട്ട് പോകുന്നു. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതാണ് ഒരു ഓരോ പിക്ചർ. നമുക്കിനി ചിന്തിച്ച് മുമ്പോട്ട് പോകാം. അങ്ങനെയാണ് അവര് യാത്ര ചെയ്യുന്നത്. ഏകദേശം അന്ത്യോക്യയിൽ നിന്ന് 26 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം 26 കിലോമീറ്റർ പടിഞ്ഞാറുള്ള സ്ഥലമാണ് കുപ്രോസ് ദ്വീപ്, അതായത് സൈപ്രസ്. അങ്ങനെ ഒരു വാക്കടക്കം നമുക്ക് കാണാനായിട്ട് കഴിയും. കുപ്രോസ് ദ്വീപിന് സൈപ്രസ് എന്നൊരു പേര് കൂടിയുണ്ട്. കുപ്രോസ് ദ്വീപിന് സൈപ്രസ്, കുപ്രോസ് ദ്വീപിന് സൈപ്രസ്. ഇരുന്നൂറ്റി 24 കിലോമീറ്റർ നീളവും 96 കിലോമീറ്റർ വീതിയുമുള്ള ഒരു ദ്വീപാണ് ഈ കുപ്രോസ് ദ്വീപ് എന്ന് പറയുന്നത്. അപ്പോസ്തലപ്രവൃത്തി 4:36 വായിച്ചേ. അപ്പോസ്തലപ്രവൃത്തി 4:36. അർത്ഥമുള്ള ബർന്നബാസ് എന്ന അപ്പോസ്തലന്മാർ മറുപടി വിളിച്ച കുപ്രോസ് ദ്വീപുകാരനായ യോസേഫ് മതി. അപ്പൊ ആരുടെ ജന്മസ്ഥലത്തേക്ക് ഫസ്റ്റ് യാത്ര പോകുന്നത്? മിഷണറി യാത്ര സ്റ്റാർട്ട് ചെയ്യുന്ന അന്ത്യോക്യയിൽ ഫസ്റ്റ് ആരുടെ ജന്മസ്ഥലത്തേക്ക്? ബർന്നബാസിന്റെ സ്വന്തം നാട്ടിലോട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? കുപ്രോസ് ദ്വീപുകാരൻ ആര്? ബർന്നബാസ് എന്ന ലേവ്യൻ. അപ്പോ ഫസ്റ്റ് മിഷണറി യാത്ര പൗലോസും ബർന്നബാസും മർക്കോസും കൂടെ യാത്ര ചെയ്യുന്നത് നേരെ കുപ്രോസിലോട്ടാണ്. അതായത് ബർന്നബാസിന്റെ ജന്മസ്ഥലത്തിലേക്കാണ് 1-ാം മിഷണറി പ്രവർത്തനത്തിലേക്ക് ആളൊരുക്കുന്നത്. അല്ലെ? കർത്താവ് പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും. ഫസ്റ്റ് ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ എവിടെയായിരിക്കണം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മളെല്ലാം പ്രസംഗങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ തന്നെ ആയിരിക്കണം. എന്തിയുടെ ആദ്യം നമ്മൾ ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുന്നത്. നമ്മൾ ഇവിടെ ബർന്നബാസ് കറക്റ്റ് ചെയ്യുന്നു. 1-ാം മിഷണറി യാത്ര തന്റെ ജന്മസ്ഥലമായിരിക്കുന്ന കുപ്രോസ് ദ്വീപിലേക്ക് യാത്ര ചെയ്യുന്നു നമ്മൾ കാണുന്നു. ഈ കുപ്രോസ് ദ്വീപിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് യഹൂദരും ജാതികളും മിക്സഡാണ്. യഹൂദന്മാരും ജാതികളും മിക്സഡായിട്ട് താമസിച്ച ഒരു ദ്വീപാണ് ഈ കുപ്രോസ് അല്ലെങ്കിൽ സൈപ്രസ് ദ്വീപ് എന്ന് പറയുന്നത്. അഞ്ചാമത്തെ വാക്യം വായിച്ചേ. അടുത്തൊരു പേര് നമ്മൾ കാണുന്നു. ഒന്ന് നമ്മൾ കുപ്രോസ് കണ്ടു, ഇനി 2 നമ്മൾ അടുത്തൊരു പേര് കാണാൻ പോവാണ്. അഞ്ചാമത്തെ വാക്യം വായിച്ചേ. കപ്പൽ കയറി കുപ്രോസിൽ അവിടെ എവിടെ ചെന്ന് വായിക്കുന്നത്? സലമീസിലേക്ക് നമ്മൾ അവരെത്തി. നോക്കണം. അപ്പൊ സെലൂക്കിയയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, നേരെ കുപ്രോസ് ദ്വീപിലേക്ക് ചെന്നു. അവിടുന്ന് എവിടെ ചെല്ലുന്നു? രണ്ടാമത്തത് സലമിസിൽ ചെല്ലുന്നു. അതായത് ഇത് കുപ്രോസ് ദ്വീപിന്റെ തുറമുഖ പട്ടണമാണ് സലമിസ്. അന്ത്യോക്യയിൽ നിന്ന് അന്ത്യോക്യയുടെ തുറമുഖ പട്ടണം ഏതാ? സെലൂക്കിയ. അന്ത്യോക്യ അപ്പം അന്ത്യോക്യയുടെ തുറമുഖ പട്ടണം സെലൂക്കിയ. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കുപ്രോസിലെത്തി. കുപ്രോസ് എന്ന് പറയുന്നത് 224 കിലോമീറ്റർ നീളവും
96 കിലോമീറ്റർ വീതിയുള്ള ഒരു ദ്വീപാണ്. ആ കുപ്രോസിന്റെ തുറമുഖ പട്ടണമല്ല സലമിസ്. അത് ഓർത്ത് വെച്ചോളാം കേട്ടോ, സലമിസ്. ഈ പൗലോസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതൽ പ്രസംഗിക്കുന്ന എവിടെയാ? അവിടെ ഒരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്, വായിച്ചു 5-ാമത്തെ വാക്യം. എവിടെ പ്രസംഗിച്ചു എന്നാ എഴുതിയിരിക്കുന്നത്? യഹൂദന്മാരുടെ പള്ളിക്ക് പേരുണ്ട്, പൗലോസിന്റെ ഭൂരിപക്ഷ മിഷണറി യാത്രയുടെ ഫസ്റ്റ് മൊത്തം നമ്മൾ കാണുന്നത് സിനഗോഗ് പ്രസംഗമാണ്. പിന്നെ കാണുന്നത് നമ്മൾ മുൻപോട്ട് മൂവ് ചെയ്ത് പോകുമ്പോ ഫിലിപ്പിയൊക്കെ ചെല്ലുമ്പോ, ഫിലിപ്പിയ പട്ടണത്തിലോട്ടൊക്കെ മിഷണറി യാത്രയിൽ പൗലോസ് പിന്നെ ചെല്ലുമ്പോ ഫിലിപ്പിയിലൊന്നും 10 പേരെങ്കിലും വേണം ഒരു സിനഗോഗ് വേണമെങ്കിൽ. 10 യഹൂദന്മാരുണ്ടെങ്കിൽ ഒരു സിനഗോഗ് അവിടെ അവരെ സ്ഥാപിക്കും. പക്ഷെ പൗലോസ് എവിടെയാ പോയി പ്രസംഗിച്ച? ഫിലിപ്പിയിൽ ചെന്നപ്പോ കുഴപ്പക്കത്ത ആരാ പ്രസംഗം കേട്ടതാ? ആരാ ശ്രദ്ധിക്കാ? ദൈവം തോന്നുന്നേ. അപ്പൊ അവിടെ യഹൂദന്മാർ വളരെ വിരലെണ്ണാൻ പോലും ഇല്ലാത്ത യഹൂദന്മാരുള്ള സ്ഥലത്താണ് പൗലോസ് വൈവത്തിൽ പോയി പരിശുദ്ധാത്മാവ് പൗലോസിനെ എങ്ങനെ ലീഡ് ചെയ്യുന്നത് നമുക്ക് പിന്നീട് കാണാം. അപ്പൊ നോക്കണം, പൗലോസ് എവിടെ ചെന്ന് പ്രസംഗിച്ചു? ഇവിടെ എവിടെ വായിച്ചത്? പൗലോസ് എവിടെ ചെന്ന് പ്രസംഗിച്ചു? സിനഗോഗിൽ, പള്ളിയിൽ ചെന്ന് ദൈവത്തെ അറിയിച്ചു. യോഹന്നാൻ അവർക്ക് വൃദ്ധനായിട്ട് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇനി അടുത്ത 6-ാമത്തെ വാക്യം വായിച്ചേ. അടുത്ത സ്ഥലം നമ്മൾ കാണാൻ പോകും, 3-ാമത്തെ സ്ഥലം. കൺഫ്യൂഷൻ ഉണ്ടി പറയണേ, പാഫോസ്. അപ്പോ കുപ്രോസ് കേട്ടു, സലമിസ് കേട്ടു, അടുത്ത നമ്മൾ എവിടേക്ക് ചെല്ലുക? പാഫോസിലേക്ക് ചെല്ലുക. അതായത് ഇവിടെ നിന്ന് 160 കിലോമീറ്റർ മാറിയിട്ടാണ് എന്തുള്ളത്? പാഫോസ് ഉള്ളത്. സലമിസിൽ നിന്ന് ദൈവവചനം പ്രസംഗിച്ച് പള്ളിയിൽ ചെന്ന് ദൈവവചനം പ്രസംഗിച്ച പൗലോസ് പിന്നെ എങ്ങോട്ടാ പോകുന്നത്? ഇതിന് കിലോമീറ്റർ പറയുന്നത് വെച്ചാൽ മനസ്സിലായോ? ഈ കിലോമീറ്ററിന്റെ വലുപ്പത്തെ കാണിക്കാനില്ല, പൗലോസിന്റെ സമർപ്പണത്തെ വ്യക്തമായി നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് കഴിയും. പൗലോസിന്റെ ദൈവവിളിയെ ഈ തന്റെ യാത്രകളിൽ നമുക്ക് വ്യക്തമായിട്ട് കഴിയും. 160 കിലോമീറ്റർ അകലെ നിൽക്കുന്ന പാഫോസ് എന്ന് പറയുന്നത് തലസ്ഥാന നഗരമാണ്. ഈ ദ്വീപിന്റെ സലമിസിൽ നിന്ന് ഏകദേശം 160 കിലോമീറ്റർ അകലെയുള്ള ദ്വീപിന്റെ പടിഞ്ഞാറേ അറ്റത്തുള്ള തലസ്ഥാന നഗരമാണ് പാഫോസ്. ബ്രാക്കറ്റിൽ തലസ്ഥാന നഗരം എഴുതിയുണ്ട്, ബ്രാക്കറ്റിൽ തലസ്ഥാന നഗരം. അതായത് ഇതൊക്കെ മനസ്സിലായല്ലോ, ഒക്കെ മനസ്സിലായല്ലോ. അതായത് സലമിസിൽ നിന്ന് 160 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലമാണ്, തലസ്ഥാന നഗരിയാണ്. സലമിസിലെ കുപ്രോസ് ദ്വീപിന്റെ, അതായത് ഈ വലിയ ദ്വീപിന്റെ തലസ്ഥാന നഗരിയാണ് എന്ത്? പാഫോസ് എന്ന് പറയുന്നത്. ഇവിടെ സലമിസിൽ പൗലോസ് എന്ത് ചെയ്യുന്നു? യഹൂദന്മാരുടെ സിനഗോഗിൽ ചെന്ന് ദൈവത്തെ പ്രസംഗിക്കുന്നു. അങ്ങനെ നമ്മൾ വായിച്ചു. അവിടെ ചെല്ലുന്നു, സലമിസിൽ ചെന്ന് യഹൂദന്മാരുടെ പണി ദൈവത്തെ അറിയിച്ചു. അടുത്തത് കാണുന്നു, അവർ ഈ 3 പേർ പൗലോസും ബർണ്ണബാസും യോഹന്നാനും കൂടി എങ്ങോട്ട് പോകുന്നു? പാഫോസിലോട്ട് യാത്ര ചെയ്യുന്നു. ഇതൊരു തലസ്ഥാന നഗരി, അതായത് മെയിൻ സിറ്റിയാണ്, ഒരു വലിയ സിറ്റിയാണ് ഈ പാഫോസ്. ഈ പാഫോസിലോട്ട് എന്ത് ചെയ്യുന്നു? അവര് 3 പേര് യാത്ര. മനസ്സിലായല്ലോ? അതായത് കുപ്രോസിൽ നിന്ന് സലാമിസിലോട്ട് വരുന്നു, സലാമിസിൽ നിന്ന് പാഫോസിലോട്ട് ഏകദേശം 160 കിലോമീറ്റർ യാത്ര ചെയ്താണ് തലസ്ഥാന നഗരത്തിലോട്ട് അവര് എത്തുന്നത്. മെയിൻ സിറ്റിയിലോട്ട് അവര് കടന്നു ചെല്ലുന്നു. അവിടെ കാണുന്ന സംഭവവികാസം എന്താ? ഒന്ന് വായിച്ചിട്ട് അവർ ബുദ്ധിമാനായ സെർഗ്യോസ് പൗലോസ് എന്ന ദേശാധിപതിയോട് കൂടെ ആയിരുന്നു. അവർ ബർന്നബാസിനെയും ശൗലിനെയും വരുത്തി ദൈവവചനം കേൾക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ എലിമാസ് എന്ന വിദ്വാൻ, ഇതാകുന്നു അവന്റെ പേരിന്റെ അർത്ഥം, അവരോട് എതിർത്ത് നിന്ന് ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളയാൻ ശ്രമിച്ചു. അപ്പോൾ പൗലോസ് എന്ന പേരുള്ള ശൗൽ പരിശുദ്ധാത്മ പൂർണ്ണനായി അവനെ ഉറ്റുനോക്കി. സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സർവ്വനീതിയുടെയും ശത്രുവേ, കർത്താവിന്റെ നേർവഴികളെ മറച്ചു കളയുന്നു നീ മതിയാക്കുകയോ? അപ്പോൾ കർത്താവിന്റെ കൈ നിന്റെ മേൽ വീഴും, നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കും എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു തിമിരവും ഇരുട്ടും അവന്റെ മേൽ വീണു.
ബർയേശു എന്ന് പറഞ്ഞ ഒരാളെ നമുക്ക് അവിടെ കാണുന്നുണ്ട്. ആളെങ്ങനെയുള്ള ആളാ? നല്ല ആളായിരുന്നു. അല്ല, ഒരു വിദ്വാൻ. പേര് കേട്ട വ്യക്തിയല്ലേ? ബർയേശു എന്ന് പറഞ്ഞാൽ യേശുവിന്റെ മകൻ എന്ന അർത്ഥം. അതായത് യോശുവയുടെ പേരിനെ മോഡിഫൈ ചെയ്ത് വന്ന സാധനമാണ് ബർയേശു. ഈ യോശുവ എന്നുള്ള പേരിനെ മോഡിഫൈ ചെയ്ത് മാറി 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 വന്നതാണ് യോശുവ എന്ന പേരിന് സജ്ജിതമായ പേരാണ് ബർയേശു. അതായത് യേശുവിന്റെ മകൻ എന്നാണ് അത് പേര്. അത്ര ചിന്തിച്ചാൽ മതി. അപ്പൊ അവിടെ ഇങ്ങനെ വായിക്കുന്നു, കള്ളപ്രവാചകൻ വലിയ മാന്ത്രികമായിരിക്കുന്നു അല്ലേ? ആ വ്യക്തി ആരെ കണ്ടുമുട്ടുക? പൗലോസ് കണ്ടുമുട്ടുന്നതായിട്ട് നമ്മളിവിടെ കാണുന്നു. അപ്പൊ അവിടെ നമ്മൾ കാണുന്ന വാക്കുണ്ടായിരുന്നു എലിമാസ് എന്ന പേരുണ്ട്. നമ്മൾ പറഞ്ഞ പേരുകളെ നമ്മളവിടെ ശ്രദ്ധിക്കണം. അവിടെ അടുത്തൊരു ആളെ നമ്മൾ കാണുകയാണ്. ബർയേശു എന്ന പേരുടെ യഹൂദനായിരിക്കുന്ന കള്ളപ്രവാചകനായിരിക്കുന്ന വിദ്വാനെ കണ്ടു. അവൻ ബുദ്ധിമാനായ സെർഗിയോസ് പൗലോസ്. ആ പേര് മറക്കണ്ട. അടുത്തൊരാളെ നമ്മൾ കാണുകയാണ് സെർഗിയോസ് പൗലോസ് എന്ന ദേശാധിപതിയോട് കൂടിയായിരുന്നു. അവൻ ബർന്നബാസിനെയും ശൗലിനെയും വരുത്തി ദൈവത്തിനെ കേൾക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ എലീമാസ് എന്ന വിദ്വാൻ, അതായത് മന്ത്രവാദി, എലീമാസ് എന്ന വാക്ക് മന്ത്രവാദി, എന്ത് ചെയ്തിരിക്കുന്നു? അതിനെ തടയാൻ വേണ്ടി ചെയ്യുന്നു, ശ്രമിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നോക്കണം അവിടെ എന്താ സംഭവിക്കുന്നത്? പൗലോസ് അതിനെ ശാസിക്കുമ്പോൾ അവരെന്ത് കുരുടരായിട്ട് നമുക്ക് ആ സംഭവമൊക്കെ അറിയാമല്ലോ. ഇതിന്റെ ഗവർണർ ആയിരിക്കുന്നു. ആരാണ് ഇതിന്റെ ഗവർണർ? ഈ പാപ്പോസിന്റെ ഗവർണർ ആരാ? സെർഗിയോസ് പൗലോസ്. നമ്മൾ പറയുന്നില്ലേ, ഇതിന്റെ ഒരു ചരിത്ര ചിന്തകന്മാർ പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയുണ്ട്, ശൗൽ പൗലോസായി മാറുന്നത് ഇവിടെയാണ്. ഇല്ല, അവരങ്ങനെ വായിച്ചേ. ആ വായിച്ചു നോക്കിക്കേ. അപ്പോൾ പൗലോസ് എന്ന പേരുള്ള ശൗൽ എന്തെങ്കിലും എഴുതി. അതുവരെ ശൗൽ എന്ന് തന്നെ പരിചയപ്പെടുത്തിയിട്ട് ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? പൗലോസ് എന്ന് പേരുള്ള ശൗൽ. ഇതിന് രണ്ടും ഒരു ആശയം ഇങ്ങനെയാണ്. സെർഗിയോസ് പൗലോസ് എന്ത് ചെയ്യാണ്? ഈ കേട്ട സുവിശേഷ പ്രസംഗത്തിൽ എന്ത് ചെയ്യുന്നു? കർത്താവിനെ വിശ്വസിക്കാനായിട്ടിടയായി തീരുന്നു. അങ്ങനെ കർത്താവിനെ വിശ്വസിച്ചത് നിമിത്തമായി ഈ ഗവർണർ നൽകിയ പേരാണ് പൗലോസ് എന്ന് ഒരു പഠിപ്പിക്കുന്ന ഒരു ചിന്ത മാത്രം ചിന്തിച്ചാൽ മതി. അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ആ ശുശ്രൂഷ കഴിയുന്ന നിമിത്തം മുതലാണ് പിന്നെ നമ്മൾ എന്ത് കാണുന്നു? പൗലോസ് 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 എന്ന് കാണുന്ന ശൗൽ എന്നൊരു പേര് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നില്ല. അപ്പൊ ഇവിടെ മുതലാണ് പൗലോസായി അറിയപ്പെടുന്നത്. അതായത് അങ്ങനെയാണ് ഒരു ചിന്ത അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. നോക്കട്ടെ, അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ സെർഗിയോസ് പൗലോസ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഗവർണറായിരിക്കുന്ന സെർഗിയോസ് പൗലോസ്, അവിടെ മുതലാണ് പൗലോസിന്റെ ചേഞ്ച് വരുന്നു. ശൗലിൽ നിന്ന് മാറി പൗലോസ് എന്ന പേര് നൽകി. അത് ഈ ബഹുമാനാർത്ഥം, ഈ വിശ്വാസത്തിലേക്ക് വന്നതിന്റെ പേര് ബഹുമാനാർത്ഥം സെർഗിയോസ് പൗലോസിന് ഈ ശൗലിൽ നിന്ന് മാറ്റി പൗലോസ് എന്ന പേര് കൊടുത്തു എന്ന് ഒരു ചിന്ത എന്ന് ചിന്തിച്ചു വരുന്നവരുണ്ട്. ഈ അവരുടെ മാനസാന്തര നിമിത്തമാണെങ്കിൽ, കാരണം ഗവർണറല്ലേ, അവർക്ക് ബഹുമാന സൂചകമായി ഉണ്ടായ പേര് പൗലോസിന് ചാർത്തി എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ഓക്കെ, നമുക്ക് ഇത് തന്നെയാണെങ്കിലും മാനസാന്തരം വന്നപ്പോൾ ശൗലിനെ പൗലോസ് ആക്കി എന്നൊരു പഠിക്കണമെന്ന് നമ്മൾ ചിന്തിക്കേണ്ട. പൗലോസിന്റെ പേര് തന്നെയാണ് ശൗലിന്റെ പേര് തന്നെയാണ് പൗലോസ് എന്നും നമുക്കവിടെ കാണുന്നു. ഇവിടെ അങ്ങനെ ഒരു വലിയ മാറ്റങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്തതായിട്ട് മുമ്പോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണുന്നു. ഓക്കെ, ഇനി അവിടെ പൗലോസ് ചെയ്തൊരു കാര്യം കൂടിയുണ്ട്. ഈ കാലഘട്ടത്തിൽ പാപ്പോസിൽ നിന്ന് പിന്നെ പൗലോസ് 13 വാക്യം വായിച്ചുകൊണ്ടിരിക്കുകയും 13 വാക്യം അപ്പൊ അടുത്തത് നമ്മൾ കാണുകയാണ്. നമ്മൾ ചിന്തിക്കുന്നത് പെട്ടെന്ന് വായിച്ചല്ലേ, 12 വായിച്ചിട്ട് 13 വായിച്ചു ഒറ്റ രാത്രി കൊണ്ട് പോയി എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ? അവിടെ ദേശാഭിവൃദ്ധിയോട് സുവിശേഷം പറയുന്നു. സെർഗിയോസ് പൗലോസ് എന്ത് ചെയ്യുന്നു? വിശ്വാസത്തിൽ വരുന്നു. അവരെ അവിടെ പിറ്റേ ദിവസം അങ്ങനെ ഒരു പിക്ചറല്ല അവിടെ ഉള്ളത്. ഏകദേശം ബർന്നബാസും പൗലോസും ഏകദേശം 6 months എങ്കിലും എവിടെ ഉണ്ടായിരുന്നു? ഈ പാപ്പോസിലുണ്ടായിരുന്നു. ഈ കുപ്രോസിൽ താമസിച്ച് ശുശ്രൂഷ ചെയ്യുന്നതിന്റെയാണ് നമുക്ക് ആഴത്തിൽ പഠിച്ചാൽ മനസ്സിലാക്കുന്നത്. അല്ലാണ്ട് പിറ്റേ ദിവസം രാവിലെ വണ്ടി കയറി എന്നില്ല. പക്ഷെ പിറ്റേ ദിവസം വണ്ടി കയറിയ ചരിത്രവും ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ആ ഒരു ഏകദേശം ഈ മിഷണറിമാർ 6 മാസം എങ്കിലും എന്ത് ചെയ്തിട്ടുണ്ട്? കുപ്രോസിൽ താമസിച്ചിട്ടുണ്ട്. ഒരു 6 മാസമെങ്കിലും കുപ്രോസിൽ താമസിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇനി രണ്ടാമത്തെ മിഷണറിമാർ
പംഫിലിയ വൃദ്ധ. അടുത്ത എവിടെ യാത്ര ചെയ്യുക? എവിടേക്ക് പോവുകയാണ്? പംഫിലിയ. പംഫിലിയ വൃദ്ധ. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിന്റെ 13 മുതൽ 16 അധ്യായത്തിൽ ഇരുന്നിട്ടുണ്ട്. ബ്രാക്കറ്റിൽ എഴുതിക്കും. അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചിന്തിച്ചത്. ഒന്ന് പ്രധാനമായിട്ട് നമ്മൾ ചിന്തിച്ചത് കുപ്രോസ് ദ്വീപിലാണ്, രണ്ടാമത് ഏഷ്യ മൈനറിന്റെ തെക്കൻ ഭാഗം അല്ലെ. നമ്മൾ അങ്ങനെയാണല്ലോ പ്രധാനമായി. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു? കുപ്രോസിൽ നിന്ന് പതുക്കെ പാഫോസിൽ ശുശ്രൂഷ കഴിഞ്ഞു, അവിടുത്തെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് വിഷ്ണുമാർ എന്ത് ചെയ്യുന്നു? പതുക്കെ പാഫോസിൽ നിന്ന് എന്ത് ചെയ്യുന്നു? കപ്പൽ കയറി എങ്ങോട്ട് യാത്ര ചെയ്യുന്നു? ഏഷ്യ മൈനറിന്റെ തെക്കേ ഭാഗങ്ങളിലേക്ക്. നമ്മൾ പടം എടുത്ത് നോക്കിയാൽ, മാപ്പ് എടുത്ത് നോക്കിയാൽ ഈ പേരൊക്കെ നമുക്ക് അവിടെ ക്ലിയർ ആയിട്ട് കാണാം. പതുക്കെ എന്ത് ചെയ്യുന്നു? അവിടെ യാത്ര ചെയ്യുന്നു. അപ്പൊ മിഷണറിമാരെ പതുക്കെ അവിടുന്ന് യാത്ര ചെയ്ത് ഏഷ്യ മൈനറിലോട്ട് യാത്ര ചെയ്തു. വായിച്ചു അവിടെ അതിന്റെ അടുത്ത ഭാഗം 13 ദേശത്തിലെ പ്രകൃതിക്ക് ചെന്നു. അവിടെ വെച്ച് യോഹന്നാൻ അവരെ വിട്ടുപിരിഞ്ഞ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. അവരോ പ്രകൃതിയിൽ നിന്ന് പുറപ്പെട്ട് പിസിദ്യ ദേശത്തിലെ അന്ത്യോക്യയിലെത്തി ശബത്ത് നാളിൽ പള്ളിയിൽ ചെന്നിരുന്നു. ഈ യോഹന്നാന്റെ യാത്രക്കകത്ത് ഒരു വ്യക്തമായ കാരണമില്ല മടങ്ങിപ്പോയി. വെറുതെ ചെന്നപ്പോഴത്തേക്ക് യോഹന്നാൻ എന്ത് ചെയ്യുന്നു? മടങ്ങിപ്പോയി. അതിനൊരു പ്രത്യേക കാരണം പറയുന്നില്ല. ഒന്നും ഇങ്ങനെ വേദപണ്ഡിതന്മാർ പറയുന്നു, ഒന്നല്ലെങ്കിൽ തന്നെ കപ്പൽ യാത്ര തനിക്കത്ര സുഖകരമായി തന്റെ യാത്രകൾ തനിക്ക് തോന്നാത്തത് കൊണ്ടോ, വീടിനെ കുറിച്ചുള്ള തന്റെ അതിയായിട്ടുള്ള സങ്കടങ്ങൾ കൊണ്ടോ, വിഷമോ തന്റെ ഉള്ളിലെ ചിന്തകൾ കൊണ്ടോ പൗലോസിനോട് പെർമിഷൻ മേടിക്കാൻ എന്ത് ചെയ്യുന്നു? യേശുവിലേക്ക് മടങ്ങിപ്പോയി എന്നാണ് കാണുന്നത്. പിന്നെ കാണുന്ന ചിന്തയാണ്, വേദപണ്ഡിതന്മാർ പറയുന്ന കാര്യമാണ്, ഒന്നാം സ്ഥാനത്ത് നിന്ന് ബർന്നബാസ് എങ്ങോട്ട് മാറി? രണ്ടാം സ്ഥാനത്തേക്ക് പതുക്കെ ഒന്ന് മാറിയല്ലേ. പൗലോസും ആദ്യം എന്താ കാണുന്നത്? ബർന്നബാസും പൗലോസും. ബർന്നബാസും ശൗലും എന്ന് കാണുന്നത്. പക്ഷെ പിന്നീട് ശുശ്രൂഷ അനന്തരം അവിടെ എങ്ങനെ കാണുന്നത്? പൗലോസിന്റെ പേര് മുൻപോട്ട് കയറി വരികയും ബർന്നബാസ് രണ്ടാം സ്ഥാനത്തേക്ക് നൽകും. കാരണം മറ്റൊരല്ലേ, കന്നഡ മക്കളുടെ മകനാണ്. അതുകൊണ്ട് അവർ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു ക്ലീശേ ഉള്ളിലുണ്ടായി, നിമിത്തമായി പോയി എന്നൊക്കെ പഠിക്കുന്നത് വ്യക്തമായിട്ടുള്ള കാരണം അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെയാണ് കാണുന്നത്. പക്ഷെ രണ്ടാമത്തേതിൽ 15-ാം അധ്യായത്തിൽ 35 മുതൽ 38 വരെ വാക്യങ്ങൾ വായിച്ച് അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിൽ 35 മുതൽ 38 വരെ 15-ന്റെ 35 മുതൽ വായിച്ചത്. കുറെ നാൾ കഴിഞ്ഞിട്ട് പൗലോസ് ബർന്നബാസിനോട് നാം കർത്താവിന്റെ വചനം അറിയിച്ച പട്ടണം തോറും പിന്നെയും ചെന്ന് സഹോദരന്മാർ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കുക എന്ന് പറഞ്ഞു. മർക്കോസ് എന്ന യോഹന്നാനെയും കൂട്ടിക്കൊണ്ടു പോകുവാൻ ബർന്നബാസ് ഇച്ഛിച്ചു. പൗലോസ് പംഫിലിയയിൽ നിന്ന് തങ്ങളെ വിട്ട് പ്രവർത്തിക്ക് വരാതെ പോയവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് യോഗ്യമല്ല എന്ന് നിരൂപിച്ചു. അങ്ങനെ അവർ തമ്മിൽ ഉഗ്രവാദം ഉണ്ടായിട്ട് വേർതിരിഞ്ഞു. ബർന്നബാസ് മർക്കോസിനെ കൂട്ടി കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. അപ്പൊ നോക്കണം, പൗലോസിന്റെ രക്തസാക്ഷിത്വത്തിന് മുമ്പ് മർക്കോസ് എനിക്ക് പ്രയോജനമുള്ളവരാകിയാൽ അവരെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കൂട്ടിക്കൊണ്ടുവരിക. അപ്പൊ എന്താണ് ഇടയിൽ സംഭവിക്കുന്നത്? വേദപുസ്തകത്തിന് മുഴുവനായിട്ട് എഴുതിയിട്ടില്ലെങ്കിലും പിന്നീട് ഇറങ്ങിപ്പോയ മർക്കോസ് ആർക്ക് പ്രയോജനമുള്ളവരായിരുന്നു? പൗലോസിന് ശുശ്രൂഷയുടെ സന്തത സഹചാരിയായി ശുശ്രൂഷയ്ക്ക് പ്രയോജനമുള്ളവരായിരുന്നു എന്ന് വ്യക്തമായി എന്ത് ചെയ്യുന്നു? അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, എനിക്ക് അവൻ പ്രയോജനമുള്ളവരാകിയാൽ അവരെന്ത് വിട്ടുവരിക? കൂട്ടിക്കൊണ്ടുവരിക എന്ന് കാണുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് രണ്ടാം മിഷണറി യാത്രയിൽ ബർന്നബാസ് മാർക്കോസിനെ കൂട്ടാൻ ആഗ്രഹിച്ചു. പക്ഷേ പൗലോസ് പറയുന്നത് ഒരിക്കലും സമ്മതിക്കില്ല. പംഫിലിയയിൽ വെച്ച് അവൻ നമ്മളെ വിട്ടുപോയി. നമ്മളോട് ഒരു കാര്യം ചോദിക്കാതെ പെർമിഷൻ എടുക്കാതെ ഒരുത്തം വിട്ടുപോയി. നമുക്ക് അങ്ങനെയല്ലേ, അവൻ പോട്ടെ, പോയ വഴിക്ക് പോട്ടെ, ഇങ്ങനെ മേലെ സമയം കെട്ടിയേക്കരുത്, ഈ മേലെ അവരുടെ വെട്ടിയേക്കരുത് എന്ന് പറയുന്ന ചിന്താഗതിയാണ് നമ്മളെല്ലാവരുടെ ഉള്ളിൽ നിൽക്കുന്നത്. പക്ഷെ പൗലോസ് പിന്നീട് കാണുന്നത് എന്താണ്? അവൻ വീണ്ടും പ്രയോജനമുള്ളവനായി എന്ന് പറഞ്ഞ്
സുവിശേഷ വേലയിൽ അല്ലെങ്കിൽ തന്നോടും കൂടെ ഒപ്പമുള്ള യാത്രയ്ക്കൊക്കെ മാർക്കോസിനെ കൂട്ടുന്നതായിട്ട് നമ്മൾ കാണും. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. പതിനഞ്ചാമത്തെ വാക്യം വായിച്ച് 14 വാക്യം. അവരോട് പിറകെയും ചെന്ന് പിസിദ്ധ്യ ദേശത്തിൽ അന്ത്യോക്യയിൽ. ഇവിടെ അടുത്ത അന്ത്യോക്യ കാണുന്നുണ്ട്. നമ്മൾ ആദ്യം കണ്ട അന്ത്യോക്യയാണോ? അല്ല, അത് പിസിദ്ധ്യ ദേശത്തിൽ അന്ത്യോക്യ. രണ്ട് അന്ത്യോക്യയെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. എഴുതാം, അന്ത്യോക്യ ഏതാ? അവർ യാത്ര ആരംഭിച്ച ആദ്യത്തെ അന്ത്യോക്യ സിറിയയിലെ അന്ത്യോക്യയാണ്. ആദ്യത്തെ അന്ത്യോക്യ സിറിയയിലെ അന്ത്യോക്യ. രണ്ടാമത്തെ അന്ത്യോക്യ എവിടെ കാണുന്നു? പിസിദ്ധ്യയിലെ അന്ത്യോക്യയിൽ എത്തിയിരുന്നു. അവര് ചെല്ലുന്നു. നമ്മൾ ആ ഭൂപടം എടുത്താൽ രണ്ട് അന്ത്യോക്യ രണ്ട് ഭാഗങ്ങളെ കയറി ഇറങ്ങി രണ്ട് സ്ഥലത്തായിട്ട് രണ്ട് അന്ത്യോക്യ കാണാം. അത് വലിയ തെറ്റിപ്പോഴാണ് ചിന്തിക്കുന്നത്. ഒന്ന്, മിഷണറിമാരെ യാത്ര തുടങ്ങിയ സിറിയയിലെ അന്ത്യോക്യയിൽ. രണ്ട്, ചെന്നെത്തിയ പംഫിലിയ പെർഗ എന്ന സ്ഥലത്ത് ചെന്നെത്തിയ സ്ഥലത്തെ പിസിദ്ധ്യയിലെ അന്ത്യോക്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ ഇങ്ങനെ കാണുന്നു. പിസിദ്ധ്യയിലെ അന്ത്യോക്യ എത്തി. ശബത്ത് നാളിൽ കണ്ടോ പള്ളിയിൽ ചെന്ന് ഇരുന്നു. ന്യായപ്രമാണവും പ്രവാചകങ്ങളും വായിച്ചു തീർന്നപ്പോൾ പള്ളി പ്രമാണം അവർ അടുക്കൽ ആരെ അയച്ചു, സഹോദരന്മാരെ, നിങ്ങൾക്ക് ജനത്തോട് നല്ല പ്രബോധനം ഉണ്ടെങ്കിൽ പറവിനെന്ന് പറയിച്ചു. പൗലോസ് എഴുന്നേറ്റ് ആമീൻ കാട്ടി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മിഷണറിമാരായിരിക്കുന്ന പിസിദ്ധ്യയിലെ അന്ത്യോക്യയിൽ ചെന്ന് അവിടെ പൗലോസും ബർന്നബാസും ശുശ്രൂഷ നടത്തുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഈ പൗലോസോടെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണുന്ന ഒരു കാര്യമുണ്ട്. കൃത്യമായി ഈ ഇസ്രായേലിന്റെ ചരിത്രത്തെ വെളിപ്പെടുത്തിയിട്ടാണ്. പത്രോസിന്റെ പ്രസംഗത്തിന്റെ പ്രത്യേകത, സ്തെഫാനോസിന്റെ പ്രസംഗത്തിന്റെ പ്രത്യേകത വായിക്കുന്നുണ്ടോ, മനസ്സിലാക്കിയിട്ടുണ്ടോ? അപ്പോസ്തലപ്രവൃത്തി നമ്മൾ പഠിക്കുമ്പോ സ്തെഫാനോസ് എങ്ങനെയാണ് നമ്മുടെ ഇസ്രായേലിന്റെ ചരിത്രം ഈ സ്തെഫാനോസിന്റെ പ്രസംഗം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇസ്രായേൽ ചരിത്രം നമുക്ക് ഒരു സ്തെഫാനോസ് പുരുഷന്മാരെ ഇസ്രായേൽ പുരുഷന്മാരെ ചോദിച്ച് പറയുന്ന കാര്യത്തെ ഒരു മിസ്റ്റർ ഇസ്രായേൽ എന്ന സബ്ജക്ട് തന്നെയുണ്ട്. അങ്ങനെ കേട്ടിട്ടുണ്ടോ? മിസ്റ്റർ ഇസ്രായേൽ എന്ന സബ്ജക്ട് കിട്ടിയിട്ടുണ്ടോ? ഇസ്രായേൽ കിട്ടിയോ? പഠിച്ചില്ല. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? പിള്ളേർ പഠിച്ചിട്ടില്ല. ബെറ്ററായിട്ടുള്ള നിങ്ങൾ ചാപ്റ്ററൊക്കെ പറയാത്ത സംസ്കൃതി ചാപ്റ്റർ പഠിക്കാൻ നല്ല അടിപൊളി ചാപ്റ്ററാണ് ഇസ്രായേൽ. നമ്മൾ പഠിച്ചിരിക്കേണ്ട ആ ഇസ്രായേൽ പഠിച്ചാണ് നമ്മൾ അപ്പം പഠിക്കാൻ അത് ഭയങ്കരമായിട്ടുള്ളൊരു ചരിത്രമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ നോക്കണം, ഈ സ്തെഫാനോസ് മേശനെ ശുശ്രൂഷിക്കാനുണ്ടായിരുന്നതാണ്. പക്ഷെ ദൈവാത്മാവ് കൊടുത്ത ജ്ഞാനം, അവൻ പ്രാപിച്ച ജ്ഞാനത്തോടും ആത്മാവോട് എതിർത്ത് നിൽക്കാൻ ആരും ഉണ്ടായിരുന്നില്ലെന്ന് പറയുന്നത്. അപ്പൊ ആ ജ്ഞാനം വെച്ച് കറക്റ്റ് ഹിസ്റ്ററി ഓഫ് ഇസ്രായേല് വെളിപ്പെടുത്തിയിട്ട് ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് സ്തെഫാനോസ് ചെയ്യുന്നത്. പത്രോസിന്റെ പ്രസംഗം വെളിപ്പെടുത്തി രണ്ടാമത്തെ വരുമ്പോൾ കറക്റ്റ് പത്രോസ് പ്രസംഗിച്ചു തുടങ്ങുന്നത് വളരെ അപ്പോൾ പത്രോസ് വരുന്നവരോടുകൂടെ എഴുന്നേറ്റ് ഉറക്കെ അവരോട് വളരെ യഹൂദന്മാരും പുരുഷന്മാരും ശിവന്മാർക്കും എല്ലാവരുമായിട്ട് കേട്ടുകൊണ്ട് എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ്. അന്ത്യകാലത്തിന്റെ സാഹചര്യത്തിന് പേര് ഇനി ആത്മാവിന്റെ മകൻ എന്ന് പറഞ്ഞ് വളരെ വിശുദ്ധീകരിച്ചാണ് ഇസ്രായേലിന്റെ ചരിത്രം ആര് പ്രസംഗിക്കുന്നത്? പത്രോസ് പ്രസംഗിക്കുന്നു. ഈ പിസിദ്ധ്യയുടെ പ്രത്യേകത എന്താ? ഈ പിസിദ്ധ്യയുടെ അന്ത്യോക്യയുടെ പ്രത്യേകത നമ്മൾ ചിലപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അന്ത്യോക്യയിലേക്ക് ശബത്ത് നാളിൽ പള്ളിയിൽ ചെന്നു ന്യായപ്രമാണവും പ്രവാചകങ്ങളും വായിച്ചു തീർന്നപ്പോൾ പള്ളിയിലെ പ്രമാണികൾ നിങ്ങൾക്ക് മറ്റും പറയാനുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ പൗലോസ് തുടങ്ങുന്നില്ല. ഇസ്രായേൽ ജനത്തിന്റെ ദൈവം നമ്മുടെ പിതാക്കന്മാരെ തെരഞ്ഞെടുത്ത് മിസ്രി ദേശത്തിന്റെ പ്രവാസകാലത്തെ ജനത്തെ വർദ്ധിപ്പിച്ചു. ഉച്ചവീതിയെക്കൊണ്ട് അവിടെ നിന്ന് പുറപ്പെടുവിച്ചു. മരുഭൂമിയിൽ 40 സംവത്സരത്തോളം അവരുടെ സ്വഭാവം സഹിച്ചു. കനാൻ ദേശത്ത് 7 ജാതികളെ ഒടുക്കി അവരുടെ ദേശം കൊണ്ട് അവകാശമായി ഉപയോഗിച്ചു. അങ്ങനെ ഏകദേശം 450 സംവത്സരം കഴിഞ്ഞു. അതിനുശേഷം അവർക്ക് ശമൂവേൽ പ്രവാചകനെ കൊടുത്തു. അതിനുശേഷം ശമൂവേലിനെ കൊടുത്തു. അതിനുശേഷം ദൈവം ദാവീദിനെ തെരഞ്ഞെടുത്തു. ആ ദാവീദിൽ നിന്ന് ക്രിസ്തുവിനെ കൊണ്ടുവന്നു. ഇങ്ങനെ ക്ലിയർ ആയിട്ട് ആരെ ഇസ്രായേലിന്റെ ഹിസ്റ്ററിയെ ക്ലിയർ ആക്കി ആർക്ക് പറഞ്ഞു കൊടുക്കുക?
യഹൂദന്മാർ പറഞ്ഞെടുക്കുകയാണ്. എന്നാൽ തൊട്ടപ്പുറത്തെ അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ ഒന്നും അറിയാം അല്ലെ, ദേവനാണെന്നും ബുധനാണെന്നും ഇന്ദ്രനാണെന്നും പറഞ്ഞ ജാതികളിലോട്ട് പൗലോസ് എടുത്തില്ല. മഴയെ കുറിച്ചും കാറ്റിനെ കുറിച്ചും സൂര്യനെ കുറിച്ചും പ്രകൃതിയെ കുറിച്ചും സാധാരണ പൗലോസിന്റെ ഏറ്റവും വലിയ സുവിശേഷത്തിന്റെ മാഹാത്മ്യത നമുക്ക് കാണാൻ കഴിയുന്നത്. എവിടെയാണ് കൃത്യമായി ഏത് സന്ദേശം കൊടുക്കണമെന്ന് പൗലോസിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. ഇവിടെ അങ്ങനെയാണ്. കൃത്യമായി ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ യഹൂദ ജനത്തിന് മുമ്പിൽ രക്ഷിതാവായിട്ട് പൗലോസ് തെളിയിച്ചു കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. 13:21 വായിച്ച് 13:23 വായിച്ചു. രാജാവിനെ ചോദിച്ചു, ബെന്യാമീൻ ഗോത്രക്കാരനായ കീശിന്റെ മകൻ ശൗലിനെ 40 ആണ്ടായിട്ട് കൊടുത്തു. അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. യിശ്ശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അവൻ എന്റെ ഹിതം എല്ലാം ചെയ്യും എന്ന് അവനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. അവന്റെ സന്തതിയിൽ നിന്ന് ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ഇസ്രായേലിന് യേശു എന്ന രക്ഷിതാവിനെ കൊടുത്തു. അവന്റെ വരവിന് മുമ്പ് യോഹന്നാൻ ഇസ്രായേൽ ജനത്തിന് ഒക്കെ മാനസാന്തരത്തിന് സ്നാനം പ്രസംഗിച്ചു. യോഹന്നാൻ ജീവകാലം തികവാറായപ്പോൾ 43 വാക്യം വിശദീകരിച്ച് പറയാൻ സമയമില്ല. 44 വാക്യം വായിച്ചു. 48 43 വായിച്ചു. അവർ പള്ളി വിട്ട് പോകുമ്പോൾ പിറ്റേ ശബ്ദത്തിൽ ഈ വചനം ഞങ്ങളോട് പറയണമെന്ന് അവർ വചനപ്രസംഗം കൃത്യമായി പൗലോസ് ചരിത്രത്തിന്റെ തെളിവിലൂടെ യഹൂദന്റെ ന്യായപ്രമാണത്തെ വെച്ചുകൊണ്ട് വിശദീകരിച്ചപ്പോൾ അവരെന്താ പറഞ്ഞേ, ഞങ്ങൾക്ക് കുറച്ചും കൂടെ കേട്ടാൽ നാളെ എന്ത് ചെയ്യണം, ഇങ്ങനെ പ്രസംഗിക്കണം എന്ന് പറഞ്ഞു. അടുത്ത 44 വാക്യം വായിച്ചു. പള്ളി വിട്ട ശേഷം യഹൂദന്മാരിലും ഭക്തിയുള്ളവർ യഹൂദ മതാനുസാരികളിലും പല പൗലോസിനെയും ബർന്നബാസിനെയും അനുഗമിച്ചു. അവർ അവരോട് സംസാരിച്ച് ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവരെ നോക്കണം. പൗലോസ് ഉപയോഗിച്ച സുവിശേഷ പ്രസംഗത്തിൽ ഉപയോഗിച്ച രീതി അതാ. യഹൂദരോട് എന്ത് പറയണമെന്ന് കൃത്യമായി അറിഞ്ഞ് അത് വെളിപ്പെടുത്തിയപ്പോൾ അവരോട് എന്ത് സംഭവിക്കുക, ജനത്തിന് ഈ കാര്യത്തെ കുറിച്ച് ഉത്സാഹം ഉണ്ടായി. പൗലോസിനെ ഇവർ എന്ത് ചെയ്യുക, അനുഗമിക്കാൻ തുടങ്ങി. ഇവർ അനുഗമിക്കാൻ തുടങ്ങിയപ്പോൾ പൗലോസ് എന്ന് പറയുക, ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു. അടുത്ത 44 വാക്യം. യഹൂദന്മാരോ പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞവരായി ദൂഷിച്ചുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നതിന് എതിർ പറഞ്ഞു. അപ്പോൾ പൗലോസും ബർന്നബാസും ധൈര്യം കൊണ്ട് ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു, എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവിത അയോഗ്യരെന്ന് തിരിച്ചു കളയുന്നതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. ഇവിടെ നോക്കണം. അടുത്ത വാക്ക്, ആ വാക്കൊക്കെ വലിയ സുവിശേഷീകരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത വാക്കാണ്. യഹൂദന്മാരോട് കൃത്യമായ സന്ദേശം കൊടുത്തപ്പോൾ അവിടെ യഹൂദ മതാനുസാരികളും യഹൂദന്മാർ ആരെ വിശ്വസിച്ചു, കർത്താവിനെ വിശ്വസിക്കാൻ തുടങ്ങി. കർത്താവിനെ വിശ്വസിച്ചപ്പോൾ അവിടുത്തെ പ്രസംഗം നേടാൻ തുടങ്ങി. അപ്പോൾ ചില നാളുകൾ എത്ര കാലം അവിടെ കാണുന്നില്ല, എത്ര നാൾ താമസിച്ചില്ല. പക്ഷെ ചില നാളുകൾ അവിടെ നിന്ന് പറഞ്ഞപ്പോൾ അനേകം വിശ്വാസത്തിലേക്ക് വരാൻ തുടങ്ങി. അനേക വിശ്വാസത്തിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്യുന്നു, യഹൂദന്മാർ എന്ത് ചെയ്യുന്നു, ജാതികളെ ഇളക്കി അന്തരീക്ഷം ഉണ്ടാക്കി ഉളവാക്കാൻ തുടങ്ങി. ഇല്ലേ, അവിടെ ഈ മിക്സഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ കുപ്രോസ്തീൽ. നമ്മളങ്ങനെ പറഞ്ഞത് കുപ്രോസ്തീൽ എന്ന് പറയുന്നത് യഹൂദന്മാരുമുണ്ട്, ആരുണ്ട്, ജാതികളുമുണ്ട്. ഈ രണ്ടിലും ഇവരെ ചെയ്യുന്നു, ജാതികളെ ഇളക്കി അന്തരീക്ഷം വഷളാക്കിയപ്പോൾ ആത്മാക്കൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദിനം പ്രതി സുവിശേഷ പ്രവർത്തനങ്ങൾ നടക്കുന്നു, സിനഗോഗുകളിലെ പ്രസംഗങ്ങൾ നടക്കുന്നു, കർത്താവിനെ ഒരുപാട് പേര് വിശ്വസിക്കാൻ തുടങ്ങുന്നു. ഇതെല്ലാം സംഭവിച്ചപ്പോൾ അവരവിടെ വലിയ പ്രശ്നങ്ങൾ പതുക്കെ അവിടെയുള്ളവരെ കൊണ്ടുവരികയാണ്. മുമ്പോട്ട് പോകുന്ന നമ്മൾ അവിടെ കാണുന്ന വലിയൊരു കാര്യമുണ്ട്. 44 വാക്യം വായിച്ചു. പൗലോസ് പറയുകയാണ്, ഞങ്ങൾ എങ്ങോട്ട് പോകുകയായിരിക്കും, ജാതികളിലേക്ക് ഞങ്ങൾ തിരികെ. നിങ്ങൾക്ക് ഇത് വേണ്ട എങ്കിൽ ദൈവം അതൊരു വാക്കുണ്ട്. 47 വാക്യം, ഈ ഭൂമിയുടെ അറ്റത്തോളം രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികൾക്ക് വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു എന്ന് കർത്താവ് ഞങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ 48 വാക്യം, ഇത് കേട്ട് ജാതികൾക്ക് വലിയ സന്തോഷം ഉണ്ടാകാൻ. കാരണം പൗലോസിനെ ദൈവം ജാതികൾക്ക് വേണ്ടി വേർതിരിച്ചു എന്നുള്ള പ്രസ്താവന പൗലോസ് അവിടെ വ്യക്തമാക്കി നടത്തുകയും അവിടെ നിന്ന് പൗലോസ് മുൻപോട്ട് മൂവ് ചെയ്യുകയും ചെയ്യും. വായിച്ചോ. അവിടെ
വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവപ്രവൃത്തി നടന്നപ്പോൾ എന്ത് ചെയ്യുന്നു? നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എന്ത് ചെയ്യുന്നു? ദൈവം എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. ഒന്നാം മിഷണറി യാത്രയിൽ വിശുദ്ധിയിലെ അന്ത്യോക്യയിൽ വെച്ച് പൗലോസ് ദൈവാത്മനിയോഗപ്രകാരം എങ്ങോട്ട് യാത്ര ചെയ്തു തുടങ്ങിയ ജാതികളിലേക്ക് പൗലോസ് പതുക്കെ ഇറങ്ങി തുടങ്ങുകയാണ്. അവിടെ പൗലോസ് ചെയ്ത കാര്യമുണ്ട്. അടുത്ത വാക്യം പഠിച്ചു. യഹൂദന്മാരോ ഭക്തിയുള്ള മാന്യസ്ത്രീകളെയും പട്ടണത്തിലെ പ്രധാനികളെയും വിലക്കി പൗലോസിന്റെയും ബർന്നബാസിന്റെയും നേരെ ഉപദ്രവം ഉണ്ടാക്കി അവരെ തങ്ങളുടെ അതിരുകളിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. എന്നാൽ അവർ തങ്ങളുടെ കാലിനെ പൊടി അവരുടെ നേരെ തട്ടിക്കളഞ്ഞ് ഇക്കോനിയിലേക്ക് പോയി. ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായിരുന്നു. ശിഷ്യന്മാർ എന്തായിരുന്നു എന്ന് വായിക്കുന്നത്? സന്തോഷവും പരിശുദ്ധാത്മാവ്. നമ്മളിത് പഠിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളാണ്. പൗലോസിനെ കൊണ്ട് യഹൂദന്മാരുടെ നടുവിൽ കൊണ്ട് പ്രസംഗിപ്പിച്ചപ്പോൾ യഹൂദന്മാർക്ക് അത് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ പൗലോസ് പറയുക, ദൈവം എന്നെ ജാതിയിലേക്ക് ഇറക്കുന്നു. അത് നിമിത്തം, ആ പ്രസ്താവന നിമിത്തമായി ദൈവവചനം വളരെ ശക്തമായി അവിടെ വെളിപ്പെടുകയും ഉപദ്രവങ്ങൾ, അവർ ഉപദ്രവങ്ങളൊക്കെ നേരിടുന്നുണ്ട്. ബർന്നബാസിന്റെ നേരെ ഉപദ്രവം ഉണ്ടാക്കി അവരെ തങ്ങളുടെ അതിരുകളിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. പൗലോസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, കാലിനെ പൊടി എന്ത് ചെയ്യുന്നു? വായിക്കുന്ന കർത്താവാണ്, നിങ്ങളുടെ ദേശത്ത് ചെല്ലണം, ദേശത്ത് നിങ്ങൾക്ക് സമാധാനം പറയണം. ആ സമാധാനം അവർ ഉൾക്കൊണ്ടാൽ ആ സമാധാനം അവർ നിലനിൽക്കും. ആ സമാധാനം അവരെ നിലനിൽക്കും. നിങ്ങൾ എന്ത് ചെയ്യണം? കാലിനെ പൊടി തട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മടങ്ങി പോകണം എന്ന് പറയുന്നത് പൗലോസ് അത് കൃത്യമായി ആ അനുസരിക്കുക. കർത്താവിന്റെ വാക്കിനെ കാലിലെ പൊടി തട്ടിക്കളഞ്ഞ് എങ്ങോട്ട് പോകുന്നു? പൗലോസിൽ നിന്നും ബർബയിൽ നിന്നും എവിടേക്ക് യാത്ര ചെയ്യുന്നു? അടുത്ത സ്ഥലം ഇക്കോനിയ. പൗലോസ് അടുത്തത് യാത്ര ചെയ്യുകയാണ് ഇക്കോനിയ. ഇന്നറിയപ്പെടുന്നത് ഇക്കോനിയയുടെ പേര് ഇന്ന് കോനിയാണ്. ഈ പേര് ഇന്നത്തെ പേര് ഈ കോനിയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്ത ഹെഡിങ് ആയിട്ട് എഴുതണം, മിഷണറിമാർ ലുസ്ത്ര, ദെർഭ എന്ന ഇടങ്ങളിൽ. മിഷണറിമാരെ അക്ഷരങ്ങൾ കിട്ടുന്നതിന് പറയണേ ഇതാ. മിഷണറിമാർ ലുസ്ത്ര, ദെർഭ എന്ന് പറയുന്നു. അപ്പോസ്തലപ്രവൃത്തി 14:8 മുതൽ 20 വരെ. ദെർഭ ഇവിടെ രണ്ട് കാര്യം നടക്കുന്നുണ്ട്. ഒന്ന്, ആദരവും കിട്ടുന്നുണ്ട്, നല്ലതും കിട്ടുന്നു. അപ്പോൾ സുവിശേഷ പ്രവർത്തനത്തിൽ ഇറങ്ങി തിരിച്ച മിഷണറിമാരെന്നുള്ള നമുക്കുള്ള ഗുണമാണ് അല്ലേ? യേശുവിന്റെ സുവിശേഷത്തെ ഘോഷിക്കാൻ ഇറങ്ങി തിരിച്ച നമുക്കും എന്ത് കിട്ടും? ആദരവുണ്ട്, നല്ലതും. ഇല്ല, എല്ലാവരും സേഫ് സോണാണ് ഇഷ്ടപ്പെടുന്നത് അല്ലേ? എല്ലാം സേഫ് സോണിൽ കാര്യങ്ങൾ ഭംഗിയായി പോകാനാണ് എല്ലാവരും ആഗ്രഹിക്കുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് കല്ലേറുമുണ്ട്, ആദരവും നമുക്ക് അതാണ് ചിന്തിക്കാം. ഇക്കോനിയയിൽ നിന്ന് ലുസ്ത്രാനിരിക്കുന്നേ ഇക്കോനിയയിൽ നിന്ന് 20 മൈലാണ്. 20 മൈൽ ഇക്കോനിയയിൽ നിന്ന് 20 മൈൽ ദൂരമുണ്ട് ലുസ്ത്രയ്ക്ക്. ദെർബ 60 മൈലാണ്.
മൈൽ? ഒരു മൈൽ എത്ര കിലോമീറ്ററാ? ഒരു കിലോമീറ്റർ എത്ര മൈലാണ്? 1 മൈൽ 1.5 കിലോമീറ്റർ. 1.5 കിലോമീറ്റർ. അത്ര വ്യത്യാസമുണ്ട്. അപ്പൊ നോക്കണം, അവരെവിടെ ചെന്നു? ഇക്കോനിയിലെത്തി. ഇക്കോനിയിൽ നിന്ന് ലുസ്ത്ര ദർഭ പ്രദേശങ്ങളിലേക്ക് പോവാ. നോക്കണം, ഇക്കോനിയിൽ നിന്ന് ലുസ്ത്രയ്ക്ക് 20 മൈൽ യാത്രയുണ്ട്. ഇക്കോനിയയിൽ നിന്ന് ദർഭയ്ക്ക് എത്രയുണ്ട്? 60 കിലോമീറ്റർ അല്ലെങ്കിൽ മൈല്. കിഴക്ക് സ്ഥിതി ചെയ്യുന്ന 2 പട്ടണം, 2 സിറ്റിയാണ് കേട്ടോ, 2 പട്ടണമാണ്. ലുസ്ത്രയും ദർഭയും 2 വലിയ പട്ടണങ്ങളാണ്. ലുസ്ത്രയിൽ എന്താ പറയുന്നത്? ലുസ്ത്രയിൽ ഒരു കാര്യം നടക്കുന്നത്, പൗലോസ് ചെല്ലുമ്പോൾ അവിടെ ഒരു വിടുതൽ നടക്കണം, ഒരു ഡെലിവറൻസ് നടക്കുന്നുണ്ട്. എന്താ? അമ്മയുടെ ഗർഭം മുതൽ മുടങ്ങാൻ ജന്മനാ മുടങ്ങനായിരിക്കുന്ന ഒരാൾ പൗലോസിന്റെ ശുശ്രൂഷയിൽ എന്ത് ചെയ്യുക? സൗഖ്യം പ്രാപിക്കുക. അത് കഴിഞ്ഞപ്പോൾ അത് നടന്നപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ജനമല്ല എന്ത് ചെയ്യുന്നു? ഇവരടങ്ങുന്ന ഓടിക്കൂടി എന്നെ എന്ത് ചെയ്യുന്നു? ഇവരാരാ? സാധാരണക്കാരുണ്ട്. ഇവരാരാ? ദേവന്മാരാ. കാരണം അവരെ കാണാത്ത കാര്യം എന്ത് ചെയ്യുക? അവരുടെ നാട്ടിൽ സംഭവിച്ചപ്പോൾ ഇവരാരാണ്? ദേവന്മാരെന്ന് പറഞ്ഞു. പൗലോസ് എന്ന പേരില്ലേ? പൗലോസിനെ മെയിൻ പുള്ളിയായിട്ട് എന്താ പേരില്ലേ? ബുധനെന്നും ബർണ്ണാബാസ് എന്ന് പേരിട്ടു, ഇന്ദ്രൻ എന്ന് പേരിട്ടു. ഹെർമീസ്, ബുധൻ, ഹെർമീസ് അവിടെ വായിക്കുന്നുണ്ടോ? വായിച്ചേക്ക്. ബർണ്ണാബാസിനെ ലുക്കോനിയ ഭാഷയിൽ നിലവിളിച്ചുകൊണ്ട് ബർണ്ണാബാസ് ഇന്ദ്രൻ എന്നും പൗലോസ് മുഖ്യ പ്രസംഗിയാകിയാൽ അവന് ബുധൻ എന്നും പേരിട്ടു. അതായത് ബുധൻ എന്ന വാക്കിന് ഹെർമീസ് എന്നർത്ഥം. ഹെർമീസ്. പൗലോസ് ഹെർമീസ്, ബുധൻ. പൗലോസിന്റെ പേര് ഹെർമീസ് എന്നാണ്. ഇന്ദ്രന് ബർണ്ണാബാസിന് ഇന്ദ്രൻ എന്ന് പേരിട്ടു. സേയൂസ്. സേയൂസ്, സേയൂസ്, സേയൂസ്. ബുധൻ, ഇന്ദ്രൻ,